എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനൊരു ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം നമുക്ക് ഉണ്ടാക്കാം. കുൽച്ച ആണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇളം ചൂട് പാല് നമ്മൾ ഒരു 2 കപ്പ് പൊടിക്ക് ആവശ്യമായ കുഴക്കാൻ പറ്റിയത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ ഒരു മുട്ട, കുരുമുളക് പൊടി, പിന്നെ നല്ല ജീരകം ചതച്ചത്. നല്ല ജീരകം ചതച്ചതില്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൗഡർ, കുമിൻ പൗഡർ അല്ല 1/2 ടീസ്പൂൺ ഇതിടാൻ. പിന്നെ പൊടിയായിരുന്ന മല്ലിയില പൊടിയായിരുന്നത് കുറച്ച് അധികം ഇടാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 2 കപ്പ് മൈദക്ക് നമ്മൾ ആവശ്യമായ പാലെടുക്കുക. നമ്മൾ കുറച്ച് നന്ന ടൈറ്റിൽ കുഴക്കാൻ പാടില്ല. ഒരു മീഡിയം ഈ ഒരു ഇതിൽ കുഴച്ചെടുക്കണം. നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് നന്ന ടൈറ്റിൽ കുഴക്കണ്ട. ബട്ടൂരക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴക്കാൻ. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മളത് കവർ ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ വെക്കാം. ഇതിപ്പോൾ നമുക്കിത് ചപ്പാത്തി പോലെ ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയെന്ന്. ഇതിപ്പോൾ നമ്മളെ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ് മാവ്. ഇതേപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. എന്നിട്ടത് പരത്തിയെടുക്കാം. പരത്തിയിട്ട് നമ്മൾ അത് കട്ട് ചെയ്യാം. ഒരു മൂണ്ട ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ചൂടായ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇവിടെ മക്കളെല്ലാം ഫേവറേറ്റാണ്. നല്ല കുമിൻ്റെതും പെപ്പർ, മല്ലിയില, അതിൻ്റെ എല്ലാം ഫ്ലേവർ എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പോൾ നോമ്പിനെല്ലാം നിങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉണ്ടാക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.